പുസ്തകം അധ്യായം 35. റക്കാബ്യരുടെ മാതൃക. ജോസിയായുടെ പുത്രൻ യെഹോയാക്കീം യൂദായിൽ രാജാവായിരിക്കുമ്പോൾ കർത്താവ് ജെറമ്യായോട് അരുളി ചെയ്തു, നീ റക്കാബ്യരുടെ അടുത്ത് ചെന്ന് അവരോട് സംസാരിക്കുക. കർത്താവിൻ്റെ ആലയത്തിലെ ഒരു മുറിയിൽ കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് വീഞ്ഞു കൊടുക്കുക. അങ്ങനെ ഹബസീനിയായുടെ മകനായ ജെറമ്യായുടെ മകൻ യാസാനിയായെയും അവൻ്റെ സഹോദരന്മാരെയും പുത്രന്മാരെയും റക്കാബ്യരുടെ കുടുംബം മുഴുവനെയും ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ അവരെ കർത്താവിൻ്റെ ആലയത്തിൽ ദൈവപുരുഷനായ ഇഗ്ദാലിയായുടെ മകൻ ഹാനാന്റെ പുത്രന്മാരുടെ മുറിയിൽ കൊണ്ടുവന്നു. അത് വാതിൽ കാവൽക്കാരനായ ശല്ലൂമിൻ്റെ മകൻ മാസയായുടെ മുറിയുടെ മുകളിൽ പ്രഭുക്കന്മാരുടെ മുറിയുടെ സമീപത്തായിരുന്നു. ഞാൻ റക്കാബ്യരുടെ മുൻപിൽ വീഞ്ഞു നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വെച്ചിട്ട് കുടിക്കുവിനെന്ന് പറഞ്ഞു. എന്നാൽ അവർ പറഞ്ഞു, ഞങ്ങൾ വീഞ്ഞു കുടിക്കുകയില്ല. എന്തെന്നാൽ റക്കാബിൻ്റെ മകനും ഞങ്ങളുടെ പിതാവുമായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങളും നിങ്ങളുടെ സന്തതികളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്. നിങ്ങൾ വീട് പണിയരുത്, വിത്ത് വിതയ്ക്കുകയോ മുന്തിരിത്തോട്ടം നട്ടുവളർത്തുകയോ കൈവശം വയ്ക്കുകയോ അരുത്. ജീവിതകാലം മുഴുവൻ നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾ വിദേശികളെ പോലെ പാർക്കുന്ന നാട്ടിൽ ദീർഘനാൾ നിങ്ങൾക്ക് വസിക്കാൻ കഴിയും. റക്കാബിൻ്റെ പുത്രനും ഞങ്ങളുടെ പിതാവുമായ യോനാദാബ് നൽകിയ കൽപ്പന ഞങ്ങൾ ലംഘിച്ചിട്ടില്ല. ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രികളും ജീവിതത്തിൽ ഒരിക്കലും വീഞ്ഞു കുടിക്കുകയില്ല. വസിക്കാൻ ഞങ്ങൾ വീട് പണിയുകയില്ല. ഞങ്ങൾക്ക് മുന്തിരിത്തോട്ടമോ വയലോ വിത്തുകളോ ഇല്ല. ഞങ്ങൾ കൂടാരങ്ങളിൽ പാർക്കുന്നു. ഞങ്ങളുടെ പിതാവ് യോനാദാബ് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അനുവർത്തിക്കുന്നു. എന്നാൽ ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ ദേശം ആക്രമിച്ചപ്പോൾ കൽദായരുടെയും സിറിയക്കാരുടെയും സൈന്യത്തെ ഭയന്ന് ജെറുസലേമിലേക്ക് പോരാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അപ്പോൾ ജെറമ്യായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നീ പോയി യൂദായിലെ ജനങ്ങളോടും ജെറുസലേം നിവാസികളോടും പറയുക, നിങ്ങൾ എൻ്റെ വാക്കനുസരിക്കാൻ കൂട്ടാക്കുകയില്ലേ എന്ന് കർത്താവ് ചോദിക്കുന്നു. വീഞ്ഞു കുടിക്കരുതെന്ന് റക്കാബിൻ്റെ പുത്രനായ യോനാദാബ് നൽകിയ കൽപ്പന അവൻ്റെ മക്കൾ അനുസരിക്കുന്നു. ഇന്നുവരെ അവർ വീഞ്ഞു കുടിക്കാതെ പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ചു. ഞാൻ നിരന്തരം ആജ്ഞാപിച്ചിട്ടും നിങ്ങൾ എന്നെ അനുസരിക്കുന്നില്ല. എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ തുടർച്ചയായി ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചു. ദുർമാർഗങ്ങൾ വിട്ടുമാറി നിങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ പ്രവൃത്തികൾ തിരുത്തുവിൻ. അന്യദേവന്മാരെ ആരാധിക്കാൻ അവരുടെ പുറകെ പോകരുത്. നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ഞാൻ നൽകിയ ദേശത്ത് അപ്പോൾ നിങ്ങൾ വസിക്കുമെന്ന് അവരിലൂടെ ഞാൻ പറഞ്ഞു. എന്നാൽ നിങ്ങൾ ചെവിക്കൊണ്ടില്ല. റക്കാബിൻ്റെ പുത്രനായ യോനാദാബിൻ്റെ മക്കൾ തങ്ങളുടെ പിതാവിൻ്റെ കൽപ്പന അനുസരിച്ചു. എന്നാൽ ഈ ജനം എന്നെ അനുസരിച്ചില്ല. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ യൂദായ്ക്കും ജെറുസലേം നിവാസികൾക്കും എതിരായി പ്രഖ്യാപിച്ച എല്ലാ അനർത്ഥങ്ങളും ഞാൻ അവരുടെ മേൽ വരുത്തും. എന്തെന്നാൽ ഞാൻ അവരോട് സംസാരിച്ചു, അവർ ശ്രവിച്ചില്ല. ഞാൻ അവരെ വിളിച്ചു, അവർ വിളി കേട്ടില്ല. ജെറമ്യാ റക്കാബ്യരോട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ പിതാവായ യോനാദാബിൻ്റെ കൽപ്പന അനുസരിക്കുകയും നിയമങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തു. അവൻ ആജ്ഞാപിച്ചതെല്ലാം നിങ്ങൾ പ്രവർത്തിച്ചു. ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യാൻ റക്കാബിൻ്റെ മകൻ യോനാദാബിന് ആൺസന്തതി അറ്റുപോവുകയില്ല. അധ്യായം 36. ചുരുൾ കത്തിക്കുന്നു. ജോസിയായുടെ പുത്രനും യൂദാ രാജാവുമായ യെഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ 4-ാം വർഷം കർത്താവ് ജെറമ്യായോട് അരുളി ചെയ്തു, ഞാൻ നിന്നോട് ആദ്യം സംസാരിച്ച ജോസിയായുടെ കാലം മുതൽ ഇന്നുവരെ ഇസ്രായേലിനെയും യൂദായെയും സകല ജനതകളെയും സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു പുസ്തക ചുരുളിൽ എഴുതുക. ഞാൻ വരുത്താൻ പോകുന്ന അനർത്ഥങ്ങളെക്കുറിച്ച് യൂദാഭവനം കേൾക്കുമ്പോൾ അവർ ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്മാറിയേക്കാം. എങ്കിൽ അവരുടെ ദുഷ്കൃത്യങ്ങളും പാപവും ഞാൻ ക്ഷമിക്കും. ജെറമ്യാ നേരിയായുടെ മകൻ ബാറൂക്കിനെ വിളിച്ച് കർത്താവ് തന്നോട് അരുളി ചെയ്ത സകല വചനങ്ങളും പറഞ്ഞുകൊടുത്തു. ബാറൂക്ക് അതൊരു ചുരുളിൽ എഴുതി. അനന്തരം ജെറമ്യാ ബാറൂക്കിനോട് പറഞ്ഞു, കർത്താവിൻ്റെ ആലയത്തിൽ പോകുന്നതിൽ നിന്ന് ഞാൻ തടയപ്പെട്ടിരിക്കുന്നു.
ആകയാൽ നീ കർത്താവിൻ്റെ ആലയത്തിൽ ചെന്ന് ഞാൻ പറഞ്ഞ പ്രകാരം എഴുതിയ ചുരുളിൽ നിന്ന് ഉപവാസ ദിവസം എല്ലാ ജനങ്ങളും കേൾക്കെ കർത്താവിൻ്റെ വചനം വായിക്കണം. പട്ടണങ്ങളിൽ നിന്ന് വരുന്ന എല്ലാവരും കേൾക്കെ വായിക്കണം. അവർ തങ്ങളുടെ യാചനകൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചെന്നും ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞെന്നും വരാം. എന്തെന്നാൽ ഈ ജനത്തിൻ്റെ മേൽ നിബദിക്കുമെന്ന് കർത്താവ് പ്രഖ്യാപിച്ചിരിക്കുന്ന ക്രോധം വലുതാണ്. ജെറമിയ പ്രവാചകൻ കൽപ്പിച്ചതനുസരിച്ച് നേരിയായുടെ മകൻ ബാറൂക്ക് ചുരുളിൽ നിന്ന് കർത്താവിൻ്റെ വചനം ദേവാലയത്തിൽ വെച്ച് വായിച്ചു. ജോസിയായുടെ പുത്രനും യൂദാ രാജാവുമായ യെഹോയാക്കീമിന്റെ വാഴ്ചയുടെ 5-ാം വർഷം 9-ാം മാസം ജെറുസലേമിലെ ജനത്തിനും യൂദായിലെ മറ്റു നഗരങ്ങളിൽ നിന്ന് അവിടെ വന്ന ജനങ്ങൾക്കുമായി കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവാസം പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ ജെറമിയ പറഞ്ഞെഴുതിച്ച കർത്താവിൻ്റെ വചനങ്ങൾ ജനങ്ങളെല്ലാം കേൾക്കെ ദേവാലയത്തിൽ കാര്യവിചാരകനായ ഷാഫാന്റെ മകൻ ഗമാറിയായുടെ മുറിയിൽ വെച്ച് ബാറൂക്ക് ചുരുളിൽ നിന്ന് വായിച്ചു. ദേവാലയത്തിൻ്റെ പുതിയ വാതിലിന് സമീപം മുകളിലത്തെ അങ്കണത്തിലാണ് ഈ മുറി. കർത്താവിൻ്റെ വചനം ചുരുളിൽ നിന്ന് വായിക്കുന്നത് ഷാഫാന്റെ മകനായ ഗമാറിയായുടെ മകൻ മിക്കായ കേട്ടു. അനന്തരം അവൻ കൊട്ടാരത്തിൽ കാര്യവിചാരകന്റെ മുറിയിൽ വന്നു. പ്രഭുക്കന്മാർ എല്ലാവരും അവിടെ സന്നിഹിതരായിരുന്നു. കാര്യവിചാരകനായ എലിഷാമ, ഷെമായയുടെ പുത്രൻ ദലായ, അക്ബോറിന്റെ പുത്രൻ എൽനാദാൻ, ഷാഫാന്റെ പുത്രൻ ഗമാറിയ, ഹനനിയായുടെ പുത്രൻ സെദക്കിയ തുടങ്ങിയ സകല പ്രഭുക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു. ജനം കേൾക്കെ ബാറൂക്ക് ചുരുളിൽ നിന്ന് വായിച്ചപ്പോൾ താൻ കേട്ട കാര്യങ്ങളെല്ലാം മിക്കായ അവരോട് പറഞ്ഞു. ജനം കേൾക്കെ വായിച്ച ചുരുൾ എടുത്തുകൊണ്ടുവരിക എന്ന കൽപ്പനയുമായി പ്രഭുക്കന്മാർ ബാറൂക്കിന്റെ അടുക്കലേക്ക് കുഷിയായുടെ മകനായ ഷെലേമിയായുടെ മകനായ നത്താനിയായുടെ മകൻ യഹൂദിയെ അയച്ചു. അതനുസരിച്ച് നേരിയായുടെ മകൻ ബാറൂക്ക് ചുരുളുമെടുത്ത് അവരുടെ അടുക്കൽ വന്നു. ഇരുന്ന് ഞങ്ങൾ കേൾക്കെ വായിക്കുക എന്ന് അവർ അവനോട് പറഞ്ഞു. അവൻ അവരെ വായിച്ചു കേൾപ്പിച്ചു. വായിച്ചു കേട്ടപ്പോൾ അവർ ഭയപ്പെട്ട് പരസ്പരം പറഞ്ഞു, ഇക്കാര്യങ്ങൾ രാജാവിനെ അറിയിക്കണം. അവർ ബാറൂക്കിനോട് ചോദിച്ചു, ഇവയെല്ലാം നീ എങ്ങനെ എഴുതിയെന്ന് ഞങ്ങളോട് പറയുക. ജെറമിയ പറഞ്ഞു തന്നതാണോ? ബാറൂക്ക് മറുപടി പറഞ്ഞു, അവൻ ഈ വചനങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. ഞാൻ അവ മഷി കൊണ്ട് ചുരുളിൽ എഴുതി വെച്ചു. അപ്പോൾ പ്രഭുക്കന്മാർ ബാറൂക്കിനോട് പറഞ്ഞു, നീയും ജെറമിയായും പോയി ഒളിക്കുക. നിങ്ങൾ എവിടെയാണെന്ന് ആരും അറിയരുത്. അവർ കാര്യവിചാരകനായ എലിഷാമയുടെ മുറിയിൽ ചുരുൾ വെച്ച ശേഷം രാജാവിൻ്റെ അടുക്കൽ ചെന്ന് സംഭവിച്ചതെല്ലാം അറിയിച്ചു. ചുരുൾ എടുത്തുകൊണ്ടുവരാൻ രാജാവ് യഹൂദിയെ അയച്ചു. അവൻ കാര്യവിചാരകന്റെ മുറിയിൽ നിന്ന് അതെടുത്തുകൊണ്ടുവന്ന് രാജാവും രാജസന്നിധിയിൽ നിന്ന് പ്രഭുക്കന്മാരും കേൾക്കെ വായിച്ചു. അത് ആണ്ടിൻ്റെ 9-ാം മാസമായിരുന്നു. രാജാവ് ശീതകാല വസതിയിൽ നെരിപ്പോടിൻ്റെ മുൻപിൽ ഇരിക്കുകയായിരുന്നു. യഹൂദി ഓരോ ഭാഗവും വായിച്ചു കഴിയുമ്പോൾ രാജാവ് അത് കത്തികൊണ്ട് മുറിച്ചെടുത്ത് നെരിപ്പോടിലെ തീയിലിടും. ചുരുൾ മുഴുവൻ തീരുന്നതുവരെ അങ്ങനെ ചെയ്തു. എങ്കിലും ഈ വചനം ശ്രവിച്ച രാജാവോ സേവകന്മാരോ ഭയപ്പെടുകയോ വസ്ത്രം കീറുകയോ ചെയ്തില്ല. ചുരുൾ കത്തിച്ചു കളയരുതെന്ന് എൽനാഥാനും ദലായായും ഗമാറിയായും അപേക്ഷിച്ചെങ്കിലും അവനത് വകവെച്ചില്ല. എഴുത്തുകാരനായ ബാറൂക്കിനെയും പ്രവാചകനായ ജെറമിയായെയും ബന്ധിക്കാൻ രാജാവ് തൻ്റെ പുത്രനായ യെറഹ്മേലിനോടും അസ്രിയേലിൻ്റെ മകനായ സെരായായോടും അബ്ദേലിൻ്റെ പുത്രനായ ഷെലമിയായോടും കൽപ്പിച്ചു. എന്നാൽ കർത്താവ് അവരെ ഒളിപ്പിച്ചു. ജെറമിയ പറഞ്ഞുകൊടുത്ത് ബാറൂക്ക് എഴുതിയ ചുരുൾ രാജാവ് കത്തിച്ചതിനു ശേഷം കർത്താവ് ജെറമിയായോട് അരുളി ചെയ്തു, നീ വേറൊരു ചുരുളെടുത്ത് അതിൽ യൂദാ രാജാവായ യെഹോയാക്കീം നശിപ്പിച്ച ആദ്യ ചുരുളിൽ ഉണ്ടായിരുന്ന സകലതും എഴുതുക. യൂദാ രാജാവായ യെഹോയാക്കീമിനെതിരെ ഇപ്രകാരം പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ആ ചുരുൾ നീ കത്തിച്ചു. ബാബിലോൺ രാജാവ് വന്ന് ഈ ദേശം നശിപ്പിക്കുമെന്നും ഇവിടെ മനുഷ്യരോ മൃഗങ്ങളോ അവശേഷിക്കുകയില്ലെന്നും എന്തിന് അതിലെഴുതിയെന്ന് നീ ചോദിച്ചു. അതിനാൽ യൂദാ രാജാവായ യെഹോയാക്കീമിനെ കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, അവൻ്റെ സന്തതികൾ ആരും ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയില്ല. അവൻ്റെ മൃതശരീരം പകലത്തെ വെയിലും രാത്രിയിലെ മഞ്ഞുമേറ്റ് വെളിയിൽ കിടക്കും.
ഞാൻ അവനെയും അവൻ്റെ സന്താനങ്ങളെയും ദാസന്മാരെയും അവരുടെ അകൃത്യ നിമിത്തം ശിക്ഷിക്കും. അവരും ജെറുസലേം നിവാസികളും യൂദായിലെ ജനങ്ങളും ഞാൻ ശിക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചത് വകവെച്ചില്ല. എന്നാൽ അവയെല്ലാം അവരുടെ മേൽ ഞാൻ വരുത്തും. അനന്തരം ജെറമിയ മറ്റൊരു ചുരുളെടുത്ത് നേരിയായുടെ മകനായ ബാറൂക്കിൻ്റെ കയ്യിൽ കൊടുത്ത് യൂദാ രാജാവായ യെഹോയാക്കീം കത്തിച്ചു കളഞ്ഞ ചുരുളിലെ എല്ലാ വചനങ്ങളും ജെറമിയ പറഞ്ഞുകൊടുത്ത് അവൻ എഴുതി. ആദ്യത്തേതിന് സദൃശ്യമായ മറ്റു വാക്യങ്ങളും അതിലുണ്ടായിരുന്നു. ദൈവമായ കർത്താവിന് സ്തുതി.